വിഭാഗത്തിലും അതാണ് ഉണ്ടായത്. അന്ന് ശിർക്കാണെന്നുള്ള വാദമാണ് അവർ അംഗീകരിച്ചിരുമ്പോൾ മൂവാരിക സംവാദത്തിലാണ് വിഷയം കൂടുതൽ ചൂടായത്. അന്ന് ഹനീഫ കൊടുത്ത മറുപടി എന്താണ്? യാ ഇബാദല്ല അയ്യൂനി എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ശിർക്കാണെന്ന് തന്നെയാണ് ഹനീഫ് മറുപടി പറഞ്ഞത്. അവിടെ മുതൽക്ക് അവരുടെ പ്രസംഗങ്ങളിൽ മുഴുവൻ യാ ഇബാദല്ല അയ്യൂനി എന്ന ഹദീസിന്റെ മത്തിൽ ശിർക്കാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ. അയ്യൂനി എന്ന ഹദീസിന്റെ മത്തിൽ ശിർക്കാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ ചെയ്തത്. പക്ഷെ ഇപ്പൊ ഈ ചോദിച്ചപ്പോൾ അത് ശിർക്കാണെന്ന് തന്നെയാണ് ഹനീഫ് മറുപടി പറഞ്ഞത്. അവിടെ മുതൽക്ക് അവരുടെ പ്രസംഗങ്ങളിൽ മുഴുവൻ യാ ഇബാദല്ല അയ്യൂനി എന്ന ഹദീസിന്റെ മത്തിൽ ശിർക്കാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ ചെയ്തത്. പക്ഷെ ഇപ്പൊ ഈ വ്യവസ്ഥ തയ്യാറാക്കിയെടുത്ത് അതിലേക്ക് വരാൻ അവർ തയ്യാറില്ല. അപ്പൊ അവർക്ക് അറിയാൻ യഥാർത്ഥത്തിൽ ശിർക്കില്ല. ഇതെന്തിനാണ് അവരിങ്ങനെ വാദിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് കേട്ടവർക്ക് മുഴുവൻ മനസ്സിലായി ഇവരുടെ വാദം പൊള്ളയാണ്. ഇവർക്ക്